ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാണ് അമര, നീ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ പാഞ്ചാല നഗരം വിട്ടു പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശുദ്ധജലം, ഭക്ഷണം, താമസിക്കാനുള്ള സ്ഥലം, ആവശ്യമായ മരുന്നുകൾ, ശക്തി ഗുളികകൾ, ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു കരുതണം. കാരണം നമുക്കിവയെല്ലാം ലഭിക്കാത്ത മലകളിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതെല്ലാം സ്വരൂപിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. വരുണമിത്രൻ പറഞ്ഞു. വിരോ, ശരി ശരി, അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ വേഗം തയ്യാറാക്കിക്കൊള്ളാം. നമുക്ക് വേഗം പോകാം. എനിക്ക് വേഗം തന്നെ പരിശീലനം ആരംഭിക്കണം എന്ന് തോന്നുന്നു. ഇനി കാത്തിരിക്കാൻ വയ്യ, അവൻ പറഞ്ഞു. ഇതും പറഞ്ഞ് അമരൻ വസ്ത്രം മാറാൻ തുടങ്ങി. വരുണമിത്രൻ അവനെ നോക്കി പറഞ്ഞു, അമര, നീ പരിശീലന യാത്ര വിനോദയാത്ര പോലെ ഉല്ലാസഭരിതമാണെന്ന് കരുതരുത്. അത്തരത്തിൽ ഒരു ചിന്ത നിന്നിൽ ഉള്ളതുകൊണ്ടാണ് എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ച് നീ തിരക്ക് കൂട്ടുന്നത്. പക്ഷേ എന്നോടൊപ്പമുള്ള നിന്റെ ഈ പരിശീലനം കുമാരൻ വിചാരിക്കുന്നത് പോലെ രസകരമായിരിക്കാൻ വഴിയില്ല. യുവരാജൻ ഇതുവരെ മരണം വരെ പോരാടിയിട്ടില്ല. ഒരാളുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ മാത്രമാണ് അവരുടെ കഴിവ് വർദ്ധിക്കുന്നത്. അത്തരത്തിൽ ഒരു പരിശീലന പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു നായ മനുഷ്യനെ പിന്തുടരുമ്പോൾ അവന്റെ വേഗത എത്രയോ ഇരട്ടിയാണ്. അനുഭവങ്ങൾ പലതും പറഞ്ഞു തരുന്നു. ഇവിടെ രക്തം ചൊരിയാതെ ആർക്കും മഹാനാകാൻ കഴിയില്ല. അത് കേട്ട് അമരൻ മുഷ്ടി ചുരുട്ടി വരുണമിത്രനോട് പറഞ്ഞു, ഞാനും എന്റെ മഹത്വം വെളിപ്പെടുത്തും ഗുരു. അവന്റെ വാക്കുകളിൽ വിശ്വാസം പ്രതിഫലിച്ചു. അത് കണ്ട് വരുണമിത്രൻ അത്യധികം സന്തോഷിച്ചു. സന്തോഷം അമര, നീ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരാൾക്ക് ജയിക്കാൻ വിശ്വാസം വളരെ പ്രധാനമാണ്, വരുണമിത്രൻ പറഞ്ഞു. പക്ഷെ അത് കേട്ട് അമരന് പെട്ടെന്ന് പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. ഒരു കാര്യം പറയൂ ഗുരു, 3ാം തല വിദ്യ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് എന്നെ ആ വിദ്യ പഠിപ്പിക്കാൻ പോകുന്നത്? തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശക്തമായ വിദ്യകൾ ആവശ്യമാണെന്ന് അമരൻ അറിയാമായിരുന്നു. ഞാനൊന്നും മറക്കില്ല അമര. ഞാൻ പറഞ്ഞ പോലെ ആ വിദ്യ കർക്കശമായി നിന്നെ പഠിപ്പിക്കും. പക്ഷേ സമയമാകുമ്പോൾ മാത്രം പഠിപ്പിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ കുമാര. ക്ഷമയും ശാന്തതയും വളരെ ആവശ്യമുള്ള ഘടകങ്ങളാണ് യോദ്ധാവിന്റെ വിജയത്തിൽ, വരുണമിത്രൻ പറഞ്ഞു. ഇത് കേട്ട് അമരൻ അല്പം നിരാശനായി. എങ്കിലും മുഖത്ത് നിരാശ കാണിച്ചില്ല. ഒരു കള്ളച്ചിരിയോടെ അവൻ തലയാട്ടി. എന്നിട്ട് വാതിൽ തുറന്ന് മുറിയിൽ നിന്നും ഇറങ്ങി. അതേസമയം കൊട്ടാരത്തിൽ നിന്നും ധാത്രിയും മറ്റു പെൺകുട്ടികളും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. അവർ പോയതിനു ശേഷം താരകയെ കൊട്ടാരം വീണ്ടും വിജനമായി. ഒന്നും മിണ്ടാതെ നടന്ന് കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിനടുത്തെത്തിയ അമരൻ വാതിൽ തുറന്നപ്പോൾ പുറത്തെ ദൃശ്യം കണ്ട് സ്തംഭിച്ചുപോയി. തന്റെ കൊട്ടാരമുറ്റത്ത് ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നതും ധാരാളം വണ്ടികളുമായി വന്നതും അവൻ കണ്ടു. അവരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അവർ പാഞ്ചാല നഗരത്തിലെ ഒരു ശക്തമായ രാജവംശത്തിലെ ആളുകളാണെന്ന് അമരന് മനസ്സിലായി. ചിരിച്ചുകൊണ്ട് അവൻ മനസ്സിൽ വിചാരിച്ചു, ധാത്രിയമ്മ താരകയെ കൊട്ടാരത്തിൽ വന്ന കാരണം പാഞ്ചാല നഗരത്തിലെ എല്ലാ പ്രമാണിമാരും കൂടെ പിതാവിനെ സന്ദർശിക്കാൻ വന്നതാവും. അവർ വരട്ടെ. പക്ഷെ ഇതിനെല്ലാം കാരണം രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വന്ന അതിഥികളാണ്. അവരോട് നന്ദി പറയണം. ഗംഭീരം, ഗംഭീരം. ഏവരും വരട്ടെ. ഈ വഴി തിരിഞ്ഞു നോക്കാത്തവർ പോലും ഇന്ന് കൊട്ടാരമുറ്റത്തുണ്ട്. മാത്രമല്ല, അവർ വെറും കൈയോടുകൂടി ആയിരുന്നില്ല വന്നിരുന്നത്. കൈ നിറയെ കാഴ്ച വസ്തുക്കളുമായിട്ടായിരുന്നു വിരുന്നുകാരുടെ വരവ്. ചിരിച്ചുകൊണ്ട് വർദ്ധിച്ച സന്തോഷത്തോടു കൂടി ആലോചിച്ചു അമരൻ. എല്ലാവരെയും അവഗണിച്ച് അമരൻ കൊട്ടാരം വിട്ടിറങ്ങി. നിശബ്ദനായി നഗരപാതയിലൂടെ നടന്നു. പതിവ് പോലെ ആളൊഴിഞ്ഞ തെരുവുകളിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു. തുടർന്ന് അമരൻ നഗരമധ്യത്തിലെ ചക്രാനന്ദ ലേലശാല ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. പതിവ് പോലെ ലേലശാലയിലെത്തിയ അമരൻ അടുത്തുള്ള ഒരു കുടിലിൽ കയറി കറുത്ത വസ്ത്രം ധരിച്ചു. പിന്നെ ചക്രാനന്ദ ലേലശാലയുടെ അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ നിറയെ ആളുകളുള്ളത് അവൻ ശ്രദ്ധിച്ചു. ആൾക്കൂട്ടത്തിനിടയിലൂടെ
അമരൻ ദേവാംഗനയുടെ കാര്യാലയത്തിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ ദേവാംഗന അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അമരനെ കണ്ടപ്പോൾ തന്നെ അവൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. വരൂ അമര. ദേവാംഗന അകത്തേക്ക് ക്ഷണിച്ചു. അധ്യായം 69. അപ്രതീക്ഷിതമായി ലേലശാലയിലെത്തിയ അമരൻ ദേവാംഗനയോട് ചിരഞ്ജീവ ഗുരുവിനെ അന്വേഷിച്ചു. ചിരഞ്ജീവ ഗുരു ആണ് ഇന്ന് ലേലം നടത്തുന്നത്. വരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? ദേവാംഗന മറുപടി നൽകി. അധികം സംസാരിക്കാതെ അമരൻ തന്റെ കയ്യിലുള്ള ആവശ്യമായ സാധനങ്ങളുടെ പട്ടിക ദേവാംഗനയെ ഏൽപ്പിച്ചു. മുഴുവൻ പട്ടികയും പരിശോധിക്കാൻ അവൾക്ക് കുറച്ച് സമയമെടുത്തു. പട്ടിക മുഴുവനായും വായിച്ചു തീർത്ത് കടലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ചോദിച്ചു, അമര, ഇതിലെ സാധനങ്ങളെല്ലാം വിദേശയാത്രയ്ക്ക് ആവശ്യമായതാണല്ലോ. നിങ്ങൾ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണോ? ആ, അതെ. പക്ഷേ ഇപ്പോഴില്ല. 2-3 ദിവസം കഴിഞ്ഞേ ഞാൻ പോകൂ. അത് എന്നേക്കുമായി പോവുകയല്ല. 2-3 വർഷത്തിനുള്ളിൽ ഞാൻ മടങ്ങി വരും, അവൻ പറഞ്ഞു. അത് കേട്ട് പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ദേവാംഗന ചോദിച്ചു, എന്താ 2-3 വർഷമോ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തുടർന്നു, എന്നാൽ ഈ യാത്ര എന്തിനു വേണ്ടിയാണ്? ഇത്രയും വർഷം കൊട്ടാരത്തിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ നമ്മുടെ പാഞ്ചാല രാജ്യത്തിനപ്പുറമുള്ള നാടെല്ലാം ഒന്ന് കറങ്ങി കാണട്ടെ. എന്നിട്ട് കുറെ അനുഭവങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ ലോകത്തെ മുഴുവൻ അറിയാൻ പോകുന്നു. ഞാൻ ഈ രാജ്യത്തിന്റെ രാജകുമാരനാണ്. ഭാവിയിൽ രാജ്യം ഭരിക്കേണ്ടി വന്നാൽ അനുഭവങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് അറിവ് നേടി വരാൻ ഞാൻ. എന്റെ ഈ തീരുമാനം കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ദേവാംഗന? അമരൻ ചോദിച്ചു. നീ ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും പോലെ തന്നെ അമര. നിന്റെ ഈ തീരുമാനവും ശരിയാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരാലോചന അവൾക്കുണ്ടായി. അവൾ അല്പം സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തോ ആലോചിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമരൻ ചോദിച്ചു, എന്ത് പറ്റി ദേവാ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിനക്ക് എന്നോട് എന്തും ചോദിക്കാം. അതിന് നീ മടിക്കേണ്ട കാര്യമില്ല. അത് ആ വൈദ്യരും നിനക്കൊപ്പം പുറം നാട്ടിലേക്ക് വരുമോ? അവൾ സംഭ്രമത്തോടെ ചോദിച്ചു. അയ്യോ, ഗുരുനാഥനില്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് തനിച്ചു പോവുക? അദ്ദേഹം എന്റെ ഗുരുവാണ്. എന്നെ പരിശീലിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹമാണ്. അവന്റെ മറുപടി കേട്ട് ദേവാംഗന അമരനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. ഗുരുവോ? അദ്ദേഹം എങ്ങനെ നിനക്ക് ഗുരുവായി? അദ്ദേഹം നിങ്ങളെ എന്താണ് പരിശീലിപ്പിക്കുന്നത്? അവൻ നിന്നെയും വൈദ്യനാക്കിയോ? വൈദ്യനാക്കിയെന്നോ? രക്തസ്രാവം നിർത്താനുള്ള മരുന്ന് പിന്നെ ആരാണ് തയ്യാറാക്കിയത്? ഞാനാണ് തയ്യാറാക്കിയത്, അമരൻ അഭിമാനപൂർവ്വം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അമരൻ ഇത്ര വലിയ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടും അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൾക്ക് അത്ഭുതമൊന്നും ഉണ്ടായില്ല. എന്തായത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ദേവാംഗനയുടെ മുഖത്ത് ഒരു അത്ഭുതവുമില്ല. ഒരുപക്ഷെ ചിരഞ്ജീവ ഗുരുവും അവളും ഈ കാര്യം നേരത്തെ ഊഹിച്ചിരിക്കുമോ? അതായിരിക്കും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൾക്കൊരു കുലുക്കവും ഇല്ലാത്തത്. ചിരഞ്ജീവ ഗുരു ഔഷധങ്ങളുടെ കാര്യത്തിൽ അഗ്രഗണ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു കാണും, അവൻ ചിന്തിച്ചു. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ പട്ടികയിലെ സാധനങ്ങൾ കുറച്ച് വേഗത്തിൽ എനിക്ക് സംഘടിപ്പിച്ചു തരണം. വില എത്രയായാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമരൻ ഒരു സ്വർണ്ണ നിറത്തിലുള്ള കടലാസ് അവൾക്ക് നേരെ നീട്ടി. അമരൻ പറഞ്ഞു, ഈ സാധനത്തിന് വേണ്ട നാണയങ്ങൾ എടുത്തോളൂ. എനിക്ക് സൗജന്യമായി ഒന്നും വേണ്ട. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആരോടും കടം പറയാൻ വയ്യ. നിങ്ങളിത് സമ്മതിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട, അമരൻ പറഞ്ഞു. അമരൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് കടലാസ് സ്വീകരിച്ച് അമരനോട് ശരി എന്ന് തലയാട്ടി. അതിനുശേഷം അവൾ ഒരു പരിചാരകയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് കടലാസും സാധനങ്ങളുടെ പട്ടികയും അവൾക്ക് നൽകി. എത്രയും വേഗം സാധനങ്ങൾ കൊണ്ടുവരാൻ അവളോട് പറഞ്ഞയച്ചു. പരിചാരിക ബഹുമാനത്തോടെ തലകുനിച്ച് മുറി വിട്ടിറങ്ങി. അമരൻ ദേവാംഗനയോട് പറഞ്ഞു, ഞാൻ പോയ ശേഷവും ചക്രാനന്ദ ലേലശാല താരകീയ കുടുംബത്തെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കെല്ലാം മനസ്സിലായി അമര. താരകീയ വംശത്തെ സഹായിക്കുന്ന കാര്യം എനിക്ക് വിട്. ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തു കൊള്ളാം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് കേട്ട് അമരന്റെ ഹൃദയം പെട്ടെന്ന് മിടിക്കാൻ തുടങ്ങി. ശരി,
എങ്കിൽ ഞാൻ പോകട്ടെ. അമരൻ യാത്ര പറഞ്ഞിറങ്ങാൻ ഒരുങ്ങി. ദേവാംഗന പെട്ടെന്ന് അമരനോട് പറഞ്ഞു, അമര, നീ വീണ്ടും പാഞ്ചാല നഗരത്തിലേക്ക് വരുമ്പോൾ നിന്റെ ശക്തി കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് കേട്ട് അമരൻ അവളെ തിരിഞ്ഞു നോക്കി. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ദേവാംഗനെ നോക്കി പറഞ്ഞു, ഞാനും ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ശരി, ഞാൻ പോകുന്നു. എന്തായാലും ഇനി നമ്മൾ കണ്ടുമുട്ടാൻ 1 വർഷം കഴിയും, അവൻ പറഞ്ഞു. ഇത് കേട്ട് ദേവാംഗന സങ്കടപ്പെട്ടു. കാരണം കുറച്ചു കാലമായി അവൾ ഈ കറുത്ത വസ്ത്രധാരിയായ വൈദ്യനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നാൽ ആ ഇഷ്ടം പ്രണയമായിരുന്നില്ല. അവൾക്ക് അവനോട് വലിയ ബഹുമാനമായിരുന്നു. ശരീരം സൂക്ഷിക്കൂ അമര, അവൾ അമരന്റെ അടുത്തേക്ക് വന്ന് കൈകൾ പിടിച്ച് കരുതലോടെ പറഞ്ഞു. അമരൻ അവളുടെ അഴകാർന്ന മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അവളുടെ മുഖം കണ്ട് അമരൻ അവളോട് മന്ത്രിച്ചു, നീ നിന്നെ നന്നായി സൂക്ഷിച്ചുകൊള്ളൂ ദേവ. നീ ഒരു അപൂർവ സുന്ദരിയാണ്. അതിലുപരി നിർമ്മല ഹൃദയത്തിനുടമയാണ്. പക്ഷെ എല്ലാവർക്കും നിന്നെ മനസ്സിലാകില്ല. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി മറ്റു പുരുഷന്മാർ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ വേറൊരാൾ ഇതുപോലെ നിന്നോട് അടുത്തിടപഴകാൻ നീ അനുവദിക്കരുത്, അമരൻ അവളോട് പറഞ്ഞു. ഇത് കേട്ട ദേവാംഗനയ്ക്ക് പരിസരബോധം വന്നു. ഉടനെ അവൾ അമരനെ തള്ളിമാറ്റി എന്നിട്ട് പറഞ്ഞു, ഹേ അമര, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ആദ്യം നീ എനിക്കരികിൽ നിന്ന് വിട്ടുനിൽക്ക്. ഞാൻ കണ്ട ആണുങ്ങളെയൊക്കെ എന്തിനാ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവാംഗനയുടെ ശാസന കേട്ട് അമരൻ ഉടൻ തന്നെ 2 ചുവടുകൾ പിന്നോട്ട് വെച്ചു. അവളുടെ കൈകളിൽ നിന്ന് തന്റെ കൈകൾ വിടുവിച്ചു. 1 വർഷത്തിന് ശേഷം വീണ്ടും കാണാം എന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമരൻ മുറി വിട്ടിറങ്ങി. മുറിയിൽ നിന്ന് അമരൻ പുറത്തിറങ്ങിയപ്പോൾ കയ്യിൽ ഒരു തളികയുമായി മുറിയിലേക്ക് വരുന്ന പരിചാരികയെ കണ്ടു. അമരൻ അവളുടെ അടുത്തേക്ക് ചെന്നു. പരിചാരികയുടെ കയ്യിലുണ്ടായിരുന്ന തളികയിൽ നിന്ന് തന്റെ സ്വർണ്ണക്കടലാസും 2 സമ്പാദ്യ മോതിരവും എടുത്തു. ആ മോതിരത്തിൽ അവൻ ചോദിച്ച സാധനങ്ങളെല്ലാം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പരിചാരികയോട് നന്ദി പറഞ്ഞ് അമരൻ ലേലശാലയിൽ നിന്നും പുറത്തിറങ്ങി. അമരൻ പോയതിനു ശേഷം ദേവാംഗന ഒന്നും മിണ്ടാതെ തന്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. അമരന്റെ പ്രവൃത്തി അവളെ ആകെ അമ്പരപ്പിച്ചു. അവളുടെ ഹൃദയമിടിപ്പും കൂടിക്കൊണ്ടിരുന്നു. ഈ അമരന് ഒരുപാട് നേടാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള അനുഭവം തേടിയാണ് അവൻ വിദേശത്തേക്ക് പോകുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അമരൻ ശക്തനും അനുഭവസമ്പത്തുമുള്ളവനായി ഇവിടെ തിരിച്ചെത്തുന്നത് വരെ എനിക്ക് കാത്തിരിക്കാനാവില്ല. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കച്ചവട പങ്കാളിയെ മറ്റെവിടെയും കണ്ടിട്ടില്ല. അവൾ അതോർത്ത് വിഷമിച്ചു. പിന്നെ സ്വയം ആശ്വസിപ്പിച്ച് അവൾ വീണ്ടും തന്റെ പണികളിൽ മുഴുകി. അമരൻ ചക്രാനന്ദ ലേലശാലയിൽ നിന്ന് പുറത്തിറങ്ങി പാതയിലൂടെ നടന്നു. അമരന്റെ മുഖം ശോകാർദ്രമായിരുന്നു. എന്തു പറ്റി അമര? നിനക്ക് വളരെ സങ്കടമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, വരുണമിത്രൻ ചോദിച്ചു. അതേ ഗുരു, ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഇവിടെയുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സുന്ദരമായ സ്ഥലം വിട്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു ഗുരു, അമരൻ സങ്കടത്തോടെ പറഞ്ഞു. അമര, അതോർത്ത് കുമാരൻ വിഷമിക്കണ്ട. പുറത്തെ ലോകം ഇതിലും എത്രയോ ആവേശകരവും മനോഹരവുമാണ്. അതവിടെ എത്തുമ്പോൾ അവിടത്തേക്ക് മനസ്സിലാകും, വരുണമിത്രൻ പറഞ്ഞു. അത് കേട്ട് അമരൻ ചിരിച്ചുകൊണ്ട് തെരുവിലൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി. അമരൻ കൊട്ടാരത്തിലെത്തി. അവനിപ്പോൾ തന്റെ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ബാക്കി ദിവസങ്ങൾ സമാധാനത്തോടെ ചെലവഴിക്കാൻ വിചാരിച്ചു. പക്ഷേ മാധുരിയുടെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല. അമരൻ ഇനി 2 ദിവസം കൂടിയേ തന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നറിഞ്ഞപ്പോൾ പാഞ്ചാല നഗരത്തിൽ ഇനി അവനുണ്ടാകുന്ന ഓരോ നിമിഷവും അവനോടൊപ്പം ചിലവഴിക്കാൻ മാധുരി ആഗ്രഹിച്ചു. അവളുടെ കണ്ണുകളിൽ വിരഹദുഃഖം വ്യക്തമായിരുന്നു. അമരനുമായി പിരിയാൻ മാധുരി ആഗ്രഹിക്കുന്നില്ല. അതേസമയം അമരൻ തന്നിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് അവൾക്കും അറിയാം. അതിനാൽ ഉള്ളിൽ വിഷമിച്ചെങ്കിലും അവൾ അമരനോട് തന്റെ വേദന പ്രകടിപ്പിച്ചില്ല. പക്ഷെ മാധുരി എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് അമരനും ആഗ്രഹിച്ചു. അവൾ തന്നിൽ നിന്ന് അകന്നിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അവനും നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്നോടൊപ്പം നിൽക്കാൻ അവൻ മാധുരിയെ അനുവദിച്ചു. അവനൊപ്പമുള്ള നിമിഷങ്ങൾ മാധുരിക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി.
ഒടുവിൽ അമരൻ പാഞ്ചാല നഗരം വിടുന്ന ദിവസം വന്നെത്തി. അമരനെ പിരിയാൻ അരുണേന്ദ്രൻ തയ്യാറായില്ലെങ്കിലും അമരനെ പോലൊരു സ്വതന്ത്ര യോദ്ധാവിന് അധികം നാൾ ഒരിടത്ത് നിൽക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അമരൻ തന്റെ ചിറകുകൾ കൊണ്ട് ആകാശത്ത് സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അരുണേന്ദ്രന് തന്റെ ഹൃദയത്തെ കല്ലാക്കി അമരനെ അനുഭവസമ്പന്നനായി വരുവാനായി വിദേശത്തേക്ക് പോവാൻ അനുവദിച്ചു. അമര, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടില്ലേ? അരുണേന്ദ്രൻ പുത്രനോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അമരന്റെ മനസ്സിലേക്ക് പിതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അമര, സൂക്ഷിച്ചുകൊള്ളും, സ്വയം സൂക്ഷിച്ചുകൊള്ളും. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള സുന്ദരപുരി നഗരത്തിലേക്ക് പോകണം. നിന്റെ 2 മൂത്ത സഹോദരന്മാരും അവിടെയുണ്ട്. അവിടെ ഒരു പ്രത്യേക യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അവർ ഇരുവരും സുന്ദര നഗരത്തിലാണുള്ളത്. ആ യുദ്ധം നയിക്കുന്ന സൈന്യം ഇരുമ്പത്തൂൺ യുദ്ധസംഘമാണ്. ഇരുമ്പത്തൂൺ യുദ്ധസംഘം വളരെ പ്രശസ്തമായ ഒരു യുദ്ധസംഘം മാത്രമല്ല, അത് വളരെ ശക്തമായ ഒരു യുദ്ധസംഘം കൂടിയാണ്. പിതാവിന്റെ വാക്കുകൾ കേട്ട് അമരൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തീർച്ചയായും എന്റെ ജ്യേഷ്ഠന്മാരെ പോയി കാണുന്നതായിരിക്കും. എനിക്ക് പോവാൻ സമയമായി. പിതാവേ, അങ്ങനെ അനുഗ്രഹിച്ചാലും. അമരൻ അരുണേന്ദ്ര രാജാവിന്റെ കാലിൽ തൊട്ട് വണങ്ങി. അമരൻ കൊട്ടാരം വിട്ട് പാതയോരത്തുകൂടി നടന്നു. തെരുവുകൾ താണ്ടി പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തുകൂടി നടക്കുമ്പോൾ ആ വിജനമായ പ്രദേശത്ത് ആരോ തന്നെ പിന്തുടരുന്നതായി അമരന് തോന്നി. അവൻ പെട്ടെന്ന് നടത്തം നിർത്തി ഒരിടത്ത് നിന്നു. പക്ഷേ നടത്തം നിർത്തിയതിനു ശേഷം ശബ്ദമുണ്ടായില്ല. തന്റെ തോന്നലാവും എന്ന് കരുതി അവൻ വീണ്ടും നടത്തം തുടർന്നു. വീണ്ടും ആരുടെയോ കാലടികൾ അമരനോട് വളരെ അടുത്ത് മുഴങ്ങിക്കേൾക്കുന്നതായി അവന് തോന്നി. പെട്ടെന്നൊരു ശബ്ദം വന്ന ഭാഗത്തേക്ക് അവൻ മിന്നൽ വേഗത്തിൽ തിരിഞ്ഞു. പക്ഷേ ആരെയും കണ്ടില്ല. ആളനക്കമില്ലാത്ത ആ വഴിയിൽ മരങ്ങളും ചെടികളും മാത്രം നിറഞ്ഞു നിന്നു. വീണ്ടും തന്നെ ആരോ പിന്തുടരുന്നതായി അമരന് തോന്നി. സംഭ്രമത്താൽ അവൻ വീർത്തൊലിച്ചു. അമരൻ വരുണമിത്രനോട് രഹസ്യസ്വരത്തിൽ പറഞ്ഞു, ഗുരു, നമ്മുടെ പിന്നാലെ ആരോ വരുന്നതായി തോന്നുന്നു. അതാരാണെന്ന് അങ്ങേക്കറിയാമോ? അയ്യോ അമര, നീ പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ കുറച്ചു നേരം സുഖമായി ഉറങ്ങിപ്പോയി. അങ്ങോട്ട് നോക്കൂ. ആ വലിയ മരത്തിന്റെ അരികിലുള്ള ചെടികൾ അനങ്ങുന്നത് പോലെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ആരുമില്ല. ആരോ ആ വഴി കടന്നു പോയതായി തോന്നുന്നു. നീ അന്വേഷിക്കുന്ന നിഗൂഢത ആ മരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അമരൻ ഒന്നും മനസ്സിലാകാതെ ചുറ്റും നോക്കി. ആ വലിയ മരത്തിനരികിൽ ഏതാനും ചെടികൾ മാത്രം ചലിക്കുന്നുണ്ടായിരുന്നു. അമരൻ പെട്ടെന്ന് വാളെടുത്ത് പതുക്കെ ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. നിശബ്ദനായി അവൻ പതുക്കെ മരത്തിനടുത്തെത്തി. തന്റെ വാൾ തയ്യാറാക്കി വെച്ച് ഒരു ദീർഘനിശ്വാസമെടുത്തു. മരത്തിന്റെ പുറകിലുള്ള ആളെ ആക്രമിക്കുന്നത് പോലെ വേഗത്തിൽ വാൾ വീശി. അയ്യോ, എന്നെ കൊല്ലരുത് അമര, എന്നെ കൊല്ലരുത്. ഞാൻ നിന്റെ സുഹൃത്താണ് അഖിലൻ. എന്നെ കൊല്ലരുത്. ഞാൻ എന്റെ പിതാവിന്റെ ഒരേ ഒരു മകനാണ്. അത് മാത്രമല്ല, നീ എന്നെ കൊന്നാൽ സുഹൃത്തിനെ കൊന്ന യുവരാജൻ എന്ന പേര് നിനക്കുമേൽ ചാർത്തപ്പെടും. ഭയന്ന് കരഞ്ഞുകൊണ്ട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോഴാണ് അമരൻ അവനെ ശ്രദ്ധിച്ചത്. അമരന്റെ ബാല്യകാല സുഹൃത്ത് അഖിലനായിരുന്നു ആ യുവാവ്. ഏ അഖില, ഇത് നീയായിരുന്നോ? അമരൻ സന്തോഷത്തോടെ ചോദിച്ചു. ഇരുവരും സ്നേഹത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. 70. അഖില, നീ എപ്പോഴാണ് നാട്ടിലെത്തിയത്? നീ എന്തിനാ കള്ളനെ പോലെ മറഞ്ഞിരുന്നത്? ഇത്ര വർഷത്തിന് ശേഷം നീ പാഞ്ചാല ദേശത്തേക്ക് വരാനുള്ള കാരണം എന്താണ് സുഹൃത്തെ? വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ അമരൻ ചോദിച്ചു. നെറ്റിച്ചൊളിച്ച് കുസൃതിയോടുകൂടി അമരൻ ഒന്നുകൂടെ ചോദിച്ചു, ഇനി വല്ല കല്യാണവും ഉണ്ടോ? കല്യാണമോ? എനിക്കോ? എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഞാൻ പോയി കാണുന്ന കന്യകമാർക്കൊന്നും എന്നെ പോലൊരു കോമളനെ കല്യാണം കഴിക്കാനുള്ള യോഗമില്ല. അഖിലൻ ഗൗരവത്തിൽ കളി പറഞ്ഞു. എന്നിട്ട് ഗൗരവത്തിൽ അമരനോട്, ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാൻ വന്നതാണ്. പ്രായമായപ്പോൾ അവർക്ക് പേരക്കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു മോഹം പറഞ്ഞു. വിളിച്ചിട്ട് വന്നതാ ഞാൻ. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ മുത്തശ്ശിക്ക് പറയാൻ തക്ക കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ തിരിച്ചു പോകുന്നതിന് മുൻപ് ബാല്യകാല സുഹൃത്തിനെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. അപ്പോൾ നീ വിദേശത്തേക്ക് പോവാനായി പുറപ്പെട്ടു എന്നറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ കുതിപ്പായിരുന്നു. വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി മുന്നിലേക്ക് വരാമെന്ന് കരുതിയപ്പം
നീ വാളെടുത്ത് വീശുന്നു. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അഖിലൻ ഒറ്റ ശ്വാസത്തിൽ അവന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അഖിലന്റെ സംസാരം കൊണ്ട് ചിരി വന്ന അമരൻ അവനോട് അല്പദൂരം ഒന്നിച്ചു നടക്കാമെന്ന് പറഞ്ഞു. അമരൻ അഖിലന്റെ തോളിൽ കൈയിട്ട് നടന്നു. അതേസമയം മറ്റൊരാൾ കൂടെ അമരനെ പിന്തുടരുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, വാസുകിയുടെ ചാരൻ നിഘണ്ടൻ. മരത്തിന്റെ പുറകിൽ നിന്ന് നിഘണ്ടൻ മെല്ലെ തല പുറത്തേക്ക് നീട്ടി അവരെ നോക്കി. അമരനും അഖിലനും സംസാരിക്കുന്നത് അവൻ കണ്ടു. കുമാരൻ എവിടേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്? അന്യദേശത്ത് എവിടേക്കോ പോകുന്നത് പോലെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ പിന്തുടരുന്നത് പോലും അറിയാതെ എന്തോ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു കുമാരൻ. അഖിലൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് ഞാൻ എന്റെ സഹോദരങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. രണ്ടുപേരും ഇവിടം വിട്ടിട്ട് വർഷങ്ങളായി. ഒരു ഇന്ദ്രോത്സവം കഴിഞ്ഞ് അവർ ഇരുവരും പോയതാണ്. ശക്തമായ ഒരു സൈന്യത്തെ സുന്ദര നഗരത്തിൽ സൃഷ്ടിച്ച് പരിപാലിക്കുകയാണ് അവരിപ്പോൾ. വളരെ ശക്തവും പ്രശസ്തവുമായ ഇരുമ്പുതൂൺ സൈന്യത്തിന്റെ തലവരാണ് അവരിപ്പോൾ. എന്റെ ചെറിയ വയസ്സിൽ അവർ പോയതാണ്. പിന്നീട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അമരൻ ആവേശത്തോടെ തന്റെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ കാണാൻ വേണ്ടിയാണോ നീ വിദേശത്തേക്ക് പോകുന്നത്? അഖിലൻ അന്വേഷിച്ചു. സഹോദരങ്ങളെ കാണാൻ വേണ്ടി കൂടെയാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത്, അമരൻ പറഞ്ഞു. രണ്ടുപേരും ഓരോന്ന് സംസാരിച്ച് നടക്കുമ്പോൾ ഒരു മധുര ശബ്ദം എവിടെ നിന്നോ വന്നു. അമര. അമരന്റെ കാതുകളിൽ എത്തിയ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ് അമരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ദൂരെ നിന്നും ധാത്രി അമ്മ അമരനെ നോക്കി അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഹേ അമര, ആരാ അത്? നിന്നെ തേടി ഒരു സുന്ദരി വരുന്നുണ്ടല്ലോ. നിന്റെ സമയം. നീ ആ പെണ്ണിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു പറ്റിച്ചോ? അവളെ പേടിച്ചിട്ടാണോ അന്യദേശത്തേക്ക് പലായനം ചെയ്യുന്നത്? പിന്നെന്തിനാ ഒരു സുന്ദരി പുറപ്പെട്ടു പോകുന്ന നിന്നെ തേടി വരുന്നത്? വാ പോയ കോടാലി പോലെ അഖിലൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ബാല്യം തൊട്ടേ അഖിലൻ ഇതുപോലെ തന്നെയാണ്. എത്ര ചെറിയ കാര്യത്തെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാനുണ്ടാവും അവന്. പിന്നെ മുന്നും പിന്നും നോക്കാതെ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ഇതുപോലെ സംസാരിക്കുമെങ്കിലും ആളൊരു നിഷ്കളങ്കനാണ്. അമരൻ അഖിലനെ കുറിച്ച് ചിന്തിച്ചു. അവൻ ധാത്രിയമ്മയെ കുറിച്ച് പറഞ്ഞത് അവർ കേൾക്കുമോ എന്ന് ഭയന്ന് പെട്ടെന്ന് അമരൻ അഖിലന്റെ വാ പൊത്തി. ഒന്നും മിണ്ടാതിരിക്കെ, അവരെന്റെ ഗുരുനാഥയാണ്. രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിലെ പ്രധാന അധ്യാപിക. നിന്നോടൊക്കെ സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. കാര്യമറിയാതെ കാട് കയറി സംസാരിക്കുന്നു. ശരി ശരി, നീ പോവാൻ നോക്ക്, അമരൻ പറഞ്ഞു. ഇതാണ് നിന്റെ മോശം വശം. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആത്മാർത്ഥ സുഹൃത്തായ എന്നോട് അമരൻ പോവാൻ പറയുന്നു, അഖിലൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലടാ. അവർ എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതായിരിക്കും. നിന്നെ എനിക്കൊപ്പം കണ്ടാൽ അവർ ചിലപ്പോൾ ഒന്നും പറയില്ല. അതാണ് ഞാൻ. ക്ഷമിക്കൂ പ്രിയമിത്രമേ, അമരൻ പറഞ്ഞു. ഞാൻ പോവാം. എനിക്കിപ്പോൾ ഇവിടെ എന്താ കാര്യം? ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. വന്നു, കണ്ടു, സംസാരിച്ചു, സന്തോഷമായി. അവൻ വിഷമത്തോടെ പോകാൻ ഒരുങ്ങി. അപ്പോൾ അമരൻ പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തി. അതെ, ഒരു നിമിഷം കാത്തിരിക്കടാ, അവൻ പറഞ്ഞു. എന്താ, നീ മാപ്പ് പറയാൻ പോവുകയാണോ? എല്ലാം ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ എല്ലാം ശരിയാകുമോ? അത് പറ്റില്ല. നീ മാപ്പ് പറഞ്ഞാലും ഞാൻ പൊറുക്കില്ല, അഖിലൻ പറഞ്ഞു. പ്രിയപ്പെട്ട അഖില, ഞാനിവിടെ ഇല്ലാത്തപ്പോൾ നീയാണ് എന്റെ ആളുകളെ പരിപാലിക്കേണ്ടത്. പിതാവിന്റെ ആരോഗ്യ വിവരം അന്വേഷിക്കണം. എപ്പോഴും കൊട്ടാരത്തിൽ ഒരു കണ്ണു വേണം. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ എന്നെ അറിയിക്കൂ. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് കേട്ടോ, അമരൻ പറഞ്ഞു. ഇത് കേട്ട അഖിലൻ പറഞ്ഞു. ഇതിനു മാത്രം നിനക്കെന്നെ വേണം. എന്തായാലും നോക്കാം. പ്രിയമിത്രമായി പോയില്ലേ എന്നും പറഞ്ഞ് അഖിലൻ അവിടെ നിന്നും പോയി. അഖിലൻ പോയ ഉടനെ അമരൻ ധാത്രിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണ് ഇവിടെ? നിങ്ങൾ ഈ സമയം എത്രയും പ്രവേശന പരീക്ഷ നടക്കുന്നിടത്ത് ഉണ്ടാവേണ്ടതല്ലേ, അമരൻ പറഞ്ഞു. ധാത്രി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ചന്തയിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് നിന്നെ കണ്ടു. എനിക്ക് പകരം വിദ്യാർത്ഥികളെ നോക്കുന്നത് മാധുരിയാണ്. ആര്? മാധുരിയോ? അമരൻ ഞെട്ടലോടെ ചോദിച്ചു. അതെ, എന്റെ സ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളെ നോക്കാൻ യോഗ്യയായ പെൺകുട്ടിയാണവൾ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ചുമതല അവളെ ഏൽപ്പിച്ചത്. യാത്ര ആരംഭിച്ചോ അമര? പോവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തോ? ധാത്രി ചോദിച്ചു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ നീ എന്തെങ്കിലും മറന്നോ? ധാത്രി ചോദിച്ചു. ഇല്ല, ഞാനൊന്നും മറന്നതായി ഓർക്കുന്നില്ല, അവൻ പറഞ്ഞു.
അങ്ങനെയാണോ? നീ പോകും മുൻപ് ജാനകിയോടും മാധുരിയോടും യാത്ര പറഞ്ഞിരുന്നോ? ധാത്രി ചോദിച്ചു. ഇത് കേട്ട് അമരൻ ഒന്ന് പതറി. അല്ല, പറഞ്ഞിരുന്നില്ല. ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇരുവരും വിഷമിക്കും. അവരുടെ കണ്ണുനീര് കണ്ട് ഒരു വഴിക്കിറങ്ങാൻ എനിക്കാവില്ല. അതാണ് ഞാൻ. എന്നാൽ അമരന്റെ മറുപടി പൂർത്തിയാക്കാൻ ധാത്രി അനുവദിച്ചില്ല. അത് വളരെ എളുപ്പത്തിൽ നീ പറഞ്ഞു. എന്നാൽ നീ ഇത്തരത്തിൽ ചെയ്തതുകൊണ്ട് അവർക്ക് എത്രത്തോളം വിഷമമായെന്ന് നിനക്കറിയില്ല. അത് പോകട്ടെ. യാത്രയും പരിശീലനവും പൂർത്തിയാക്കി നീ എത്രയും പെട്ടെന്ന് തിരികെ വരൂ. നിനക്ക് എന്റെ ആശംസകൾ, ധാത്രി സ്നേഹത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ആദ്യം അമരനെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി അമരൻ. എന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാമോ? എനിക്ക് വളരെ സന്തോഷം ധാത്രിയമ്മേ. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ആശംസകൾ ലഭിച്ചു. ഇനി ഞാൻ കൂടുതൽ സന്തോഷിക്കും. എന്നാൽ തന്റെ ലക്ഷ്യം ധാത്രി അറിഞ്ഞത് എങ്ങനെയെന്ന് അവന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. അമര, നീ കൂടുതൽ ശക്തനായി എന്നറിയുമ്പോൾ വാസുകിയുടെ മുഖം ഒന്നെനിക്ക് കാണണം. അവളുടെ തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് അവൾ ഒരിക്കൽ ദുഃഖിക്കും. നീ പ്രതീക്ഷയോടെ പോവുക. അഭിനന്ദനങ്ങൾ അമര, ധാത്രി പറഞ്ഞു. അമരൻ സന്തോഷത്തോടെ തലയാട്ടി ധാത്രിയുടെ പാദങ്ങളിൽ തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങി യാത്രയായി. അവൻ മറയുന്നതുവരെ ധാത്രി നോക്കി നിന്നു. പിന്നെ അവൻ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ അവളും മറ്റൊരു വഴിക്ക് ചന്തയിലേക്ക് പോയി. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോൾ അമരൻ പെട്ടെന്നെന്തോ ഓർത്തു. അങ്ങനെ അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. അവൻ പെട്ടെന്ന് തല തിരിഞ്ഞ് തന്റെ കൊട്ടാരത്തിലേക്ക് ഓടി. അയ്യോ ദൈവമേ, ഞാൻ ചക്രാന്തരശാലയിൽ നിന്നും വാങ്ങിയ ആ 2 മോതിരങ്ങൾ തലയണിക്കിടയിൽ വെച്ച് മറന്നു. അതിലാണ് യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതെങ്ങനെ ഞാൻ മറന്നു എന്ന് വിചാരിച്ച് അവൻ കൊട്ടാരം ലക്ഷ്യമാക്കി വേഗത്തിൽ ഓടി. ഒരു നെടുവീർപ്പോടെ അവൻ കൊട്ടാരത്തിലെത്തി. നേരെ തന്റെ മുറിയിൽ ചെന്ന് തലയണിക്കിടയിൽ പരിശോധിച്ചു. അവിടെ മോതിരങ്ങൾ 2 ഭദ്രമായി ഉണ്ടായിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അവയെടുത്ത് തന്റെ യാത്രാസഞ്ചിയിൽ വെച്ചു. വീണ്ടും മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ആ മുറിയിലേക്കൊന്ന് കണ്ണോടിച്ചപ്പോൾ എന്തൊക്കെയോ ഓർമ്മകൾ അവനിൽ നിറഞ്ഞു. മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവൻ വാതിലടച്ച് വീണ്ടും യാത്ര തിരിച്ചു. വഴിയിൽ അമരൻ ആരോടും ഒന്നും പറഞ്ഞില്ല. വാതിൽക്കൽ നിന്നിരുന്ന കാവൽക്കാർ അവൻ പോകുന്നത് നോക്കി നിന്നു. അതേസമയം പ്രവേശന പരീക്ഷാ കേന്ദ്രത്തിനുള്ളിൽ മാധുരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. നെറ്റിയിൽ സങ്കടത്തിന്റെ ചുളിവുകൾ തെളിഞ്ഞു. അവളുടെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു. അവൾ അഗാധമായ ചിന്തയിൽ മുഴുകി. അപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടു. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇതാ ഈ വെള്ളം കുടിക്കൂ. ഒരു പുരുഷ ശബ്ദം. ഇത് കേട്ട് മാധുരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ വെള്ളവുമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാൾ വളരെ സുന്ദരനും ശക്തനുമായി തോന്നി. സ്ത്രീകളുടെ ശ്രദ്ധ അവനിൽ കേന്ദ്രീകരിച്ചു. പക്ഷെ മാധുരി ആ വെള്ളം നിരസിച്ചു. ഇല്ല, എനിക്ക് വേണ്ട, അവൾ ക്ഷീണിതയായി പറഞ്ഞു. മാധുരിയുടെ മറുപടിക്ക് ശേഷവും സുന്ദരനായ ആ ചെറുപ്പക്കാരന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞില്ല. അവൾ വിസമ്മതിച്ചിട്ടും അവൻ അവളുടെ അടുത്ത് വെള്ളം വെച്ചു. ധാത്രിയമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. അവർക്ക് പകരം അമ്മയുടെ അസാന്നിധ്യത്തിൽ ഒരു കുറവ് നികത്തിക്കൊണ്ട് നീ ഈ പരീക്ഷ നടത്തൂ. നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, യുവാവ് പറഞ്ഞു. എനിക്കറിയാം, എന്നാലും കുറച്ചുനേരം എന്നെ തനിച്ചാക്കി പോകുമോ? അവൾ സങ്കടം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അത് സ്വീകരിച്ചു പോയി. അത് ശ്രദ്ധിച്ച രഘുനന്ദൻ അവനെ കളിയാക്കി പറഞ്ഞു. അതെന്താ ദുർഗേശ്വര, നീ കൊടുത്ത വെള്ളം അവൾ വാങ്ങിയില്ലേ? എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ നീ പോകുന്നത്? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. അവൻ പറഞ്ഞു, നീ ആ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പരിശീലന കളരിയിൽ അവളേക്കാൾ ശക്തിയായ മറ്റൊരാളെ നിങ്ങൾക്ക് പറയാനാകുമോ? അതുകൊണ്ടാണ് ധാത്രി അമ്മ അവളെ ഇവിടം ഏൽപ്പിച്ചു പുറത്തുപോയത്. ആ സമയം അവളെ പരിചരിക്കേണ്ടത് എന്റെ കൂടെ കടമയാണ്, ദുർഗേശ്വരൻ പറഞ്ഞു. സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. അവളേക്കാൾ ശക്തിയുള്ള മറ്റൊരു പെൺകുട്ടിയില്ല. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെ പരിചരണവും അവൾക്ക് ആവശ്യമില്ല. അനാവശ്യമായി സമയം കളയാതെ നീ നിന്റെ പണി നോക്ക്, രഘുനന്ദൻ പറഞ്ഞു. ഇത് കേട്ട് ദുർഗേശ്വരൻ പറഞ്ഞു. ഇതാ നോക്കൂ രഘുനന്ദ, തുടക്കത്തിലൊക്കെ വഴക്കിടുന്നവർ കാലക്രമേണ നല്ല സുഹൃത്തുക്കളായി മാറാറുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ അവൾ എന്നോട് സംസാരിക്കാൻ പോകുന്ന ഒരു കാലം വിദൂരമല്ല.
നടക്കട്ടെ. പക്ഷെ ആ പെൺകുട്ടിക്ക് അമരനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, രഘുനന്ദൻ പറഞ്ഞു. ആരാ? നമ്മുടെ ധാത്രി അമ്മയുമായി പോരിനിറങ്ങിയ ആ യുവാവോ? ദുർഗേശ്വരൻ ചോദിച്ചു. അതെ, അവൻ തന്നെയാ. പിന്നെ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, നീ പുറത്തായിരുന്നില്ലേ ആ സമയം? ഞങ്ങളെല്ലാം അരികിൽ നിന്ന് വഴക്ക് കാണുകയായിരുന്നു. വഴക്ക് നടക്കുമ്പോൾ നമ്മുടെ ധാത്രി അമ്മ ജലസർപ്പ വിദ്യ അവന് നേരെ പ്രയോഗിച്ചു. എന്നാൽ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായ ആ അമരൻ രക്ഷപ്പെട്ടു, നിരാശയോടെ അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ആദ്യം ദുർഗേശ്വരൻ അമ്പരന്നെങ്കിലും പിന്നീട് അവൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട. അവൻ ആരാണെന്നത് എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആർക്കു വേണ്ടിയും ഒന്നും ഉപേക്ഷിക്കില്ല. അവൻ എത്ര ശക്തനാണെങ്കിലും അവനൊരു വിഡ്ഢിയാണ്. അല്ലെങ്കിൽ ഈ രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തെ വിട്ടു പോകുമോ? പക്ഷെ അവൻ പോയാലും എനിക്ക് നല്ലത്. അവളുടെ മനസ്സിൽ പ്രവേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആ അമരനോട് അവളിൽ ഞാൻ വെറുപ്പ് സൃഷ്ടിക്കും. അതേസമയം പരീക്ഷാ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഒരു സ്ത്രീ അലറിക്കൊണ്ടിരുന്നു. മാധുരി, മാധുരി, അവൻ പോയി, അവൻ വിദേശത്തേക്ക് പോയി. ശബ്ദം കൊണ്ട് ധാത്രിയാണെന്നത് മാധുരിക്ക് മനസ്സിലായി. ധാത്രി മാധുരിക്ക് സമീപമെത്തി. കണ്ണുനീർ അടക്കി പിടിച്ചുകൊണ്ട് മാധുരി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായി. ധാത്രി സങ്കടത്തോടെ പറഞ്ഞു, അവൻ വിദേശത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു മാധുരി. മാധുരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അധ്യായം 71. അമരൻ വിദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു എന്ന വാർത്ത ധാത്രിയമ്മ മാധുരിയെ അറിയിച്ചു. ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ പുറപ്പെട്ട ധാത്രിയമ്മ വഴിമധ്യേ വെച്ചാണ് അമരനെ കണ്ടത്. ഈ വിവരം ധാത്രി അമ്മയിൽ നിന്നറിഞ്ഞ മാധുരി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ പ്രവേശന കവാടത്തിനടുത്ത് രഘുനന്ദനും ദുർഗേശ്വരനും സംസാരിച്ചു നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവരെ കണ്ടതും മാധുരി ഇരുവരുടെയും അടുത്തേക്ക് നീങ്ങി. അവൾ ദുർഗേശ്വരനെ നോക്കി മധുരസ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആകെ അസ്വസ്ഥയാണ്. എനിക്കെന്റെ ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിക്കണം. എന്നെ ഒന്ന് സഹായിക്കാമോ? നമുക്കൊരു മത്സരം വെച്ചാലോ? ഒരു ചെറിയ ശക്തി പരീക്ഷണം, അവൾ ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ട് ദുർഗേശ്വരന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവന് അവളോട് പ്രണയമുണ്ട്. എങ്കിലും അവളോട് വഴക്കിടുന്നത് അപകടമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ കുറച്ചുനേരം അവൾ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു. അതേസമയം അവൾ ആത്മവിശ്വാസത്തോടെ തന്നെ നോക്കുന്നത് അവൻ കണ്ടു. ഇത് അവളുടെ വിശ്വാസം നേടാനുള്ള മികച്ച അവസരമാണെന്ന് ദുർഗേശ്വരന് തോന്നി. അതിനാൽ അവൻ ഒരു പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ വിസമ്മതിക്കും മാധുരി? നിന്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും. അതെന്റെ ഉത്തരവാദിത്തമാണ്, ദുർഗേശ്വരൻ പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് മാധുരി മൈതാനത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൾ അവിടേക്ക് പോകുന്നത് കണ്ട് ദുർഗേശ്വരനും പുഞ്ചിരിച്ചുകൊണ്ട് അവളെ പിന്തുടരാൻ തുടങ്ങി. ദുർഗേശ്വരൻ മാധുരിക്ക് പുറകെ പോകുന്നത് കണ്ട രഘുനന്ദൻ ഉടനെ അവന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. ഹേയ് ദുർഗേശ്വര, നിനക്കെന്താണ് പറ്റിയത്? അവളുടെ ശക്തി നിനക്കറിയില്ല. എതിരാളിയുടെ ശക്തി മനസ്സിലാക്കാതെ യുദ്ധത്തിന് പുറപ്പെടരുത്. ശരി ശരി, യുദ്ധത്തിനിറങ്ങിയ നീ ഇനി പിന്തിരിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് സൂക്ഷിക്കുക. അവൾ 6 നക്ഷത്ര ശക്തിയോട് കൂടിയ അപരാജിതയാണ്. അവൾ സുന്ദരിയാണെന്ന് കരുതി അവളുടെ ശക്തി മറന്ന് പ്രവർത്തിക്കേണ്ട. സൗന്ദര്യത്തെക്കാൾ അപകടകാരിയോ അവൾ, രഘു താക്കീതോടെ പറഞ്ഞു. എനിക്കറിയാൻ രഘുനന്ദ, 2 മാസം മുമ്പ് സപ്തനക്ഷത്ര അപരാജിത ശക്തി എനിക്ക് ലഭിച്ചതാണ്. അത് നീ മറന്നോ? അതുമാത്രമല്ല, അമരന്റെ വേർപാട് കാരണം അവളിപ്പോൾ മാനസികമായി തളർന്നിരിക്കുകയാണ്. അതിനാൽ അവളുമായി അടുത്തിടപഴകാനുള്ള ഒരു സുവർണ അവസരമാണിത്. നീ എന്തു പറഞ്ഞാലും അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല പ്രിയമിത്രമേ. അവളുടെ ഹൃദയത്തിൽ ഇടം നേടാനുള്ള ശരിയായ സമയം ആഗതമായിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദുർഗേശ്വരൻ ചിരിച്ചുകൊണ്ട് രഘുനന്ദനോട് പറഞ്ഞു. ശേഷം അവിടെ നിന്നും പോയി. അവൻ സന്തോഷത്തോടെ പോകുന്നത് രഘുനന്ദൻ നോക്കി നിന്നു. ദുർഗേശ്വരൻ മാധുരിക്ക് പുറകെ പോകുന്നത് കണ്ടപ്പോൾ രഘുനന്ദന് അല്പം അസൂയ തോന്നി. ഒരു നെടുവീർപ്പോടെ അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്ന്
ഒരു വലിയ ശബ്ദം കേട്ടു. കുറച്ചു നിമിഷങ്ങൾ ആ ശബ്ദം കേട്ട ഇടത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച ശേഷം അവൻ മൈതാനത്തേക്ക് ഓടി. കാരണം അവിടെ നിന്നായിരുന്നു ആ വലിയ ശബ്ദം കേട്ടത്. മൈതാനത്തേക്ക് പ്രവേശിച്ച രഘുനന്ദൻ കണ്ട കാഴ്ച മാധുരി തനിച്ചു മൈതാനത്തിലൂടെ ഉലാത്തുന്നതായിരുന്നു. ഇരുവരും തമ്മിൽ പോരുണ്ടായോ? ഇപ്പോൾ മാധുരി മാത്രം ഒറ്റയ്ക്ക് നടക്കുന്നു. ദുർഗേശ്വരൻ എവിടെ പോയി? ചിന്തിച്ചുകൊണ്ട് രഘുനന്ദൻ മാധുരിയെ നോക്കി. അവൾ മൈതാനത്തിന് സമീപം നിൽക്കുന്ന രഘുനന്ദനെ കണ്ടു. അവനരികിലേക്ക് നീങ്ങിയ മാധുരി അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അസ്തമയ സൂര്യനെ നോക്കി. അവളുടെ മനസ്സ് അമരനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത മാറ്റിവെച്ചുകൊണ്ട് മാധുരി പതിഞ്ഞ സ്വരത്തിൽ രഘുനന്ദനോട് പറഞ്ഞു, ഒരു കാര്യം മാത്രം മനസ്സിലാക്കൂ രഘുനന്ദ. അമരനെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. തീ ജ്വലിക്കുന്ന കണ്ണുകൾ ഉയർത്തി മാധുരി പറഞ്ഞു. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ ജ്വലിക്കുന്ന കോപം കണ്ട് രഘുനന്ദൻ വല്ലാതെ പരിഭ്രമിച്ചു. ഒന്നും പറയാനാകാതെ അവൻ ഒന്നും മിണ്ടാതെ തലയാട്ടി. മാധുരി മൈതാനത്ത് നിന്നും പോയതിനു ശേഷം പേടിച്ചു വിറച്ച രഘുനന്ദൻ ദുർഗേശ്വരനെ തേടിയിറങ്ങി. മൈതാനം മുഴുവനും അവനെ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. എല്ലായിടത്തും തിരയാൻ തുടങ്ങി. മൈതാനത്ത് ദൂരെ ഒരിടത്ത് നിലത്ത് കിടക്കുന്ന ദുർഗേശ്വരനെ അവൻ ശ്രദ്ധിച്ചു. രഘു അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ നോക്കി. ആ സമയം അവന്റെ സുന്ദരമായ മുഖം വികൃതമായിരിക്കുന്നത് കണ്ടു. ഇപ്പോൾ അവന്റെ മുഖം നീലയും കറുപ്പും നിറമായിരുന്നു. മാത്രവുമല്ല 10-15 പല്ലുകൾ ദുർഗേശ്വരൻ കിടക്കുന്ന പരിസരത്ത് നിലത്ത് കിടക്കുന്നത് കണ്ടു. തന്റെ ചോരയും പല്ലും നിലത്ത് ചിതറിക്കിടക്കുന്നത് കണ്ട് ദുർഗേശ്വരൻ നിശബ്ദമായി തിരിച്ചു പോകുന്ന മാധുരിയെ നോക്കി. അവന്റെ ഹൃദയം ഭയത്താൽ വിറച്ചു. അതേസമയം ഏറ്റവും ശക്തമായ രാജവിഭാഗങ്ങളിലൊന്നായ ചേര രാജവംശത്തിലെ വാസുകി രാജകുമാരി ഒരു പർവ്വതത്തിന് മുകളിലെ ഉയർന്ന പാറയിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ആ പർവ്വതത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു. പുതിയ കൊട്ടാരം പണിതതിനു ശേഷം ആ സ്ഥലത്തിന് ചേരപർവ്വതം എന്ന് പേരിട്ടു. കൂടാതെ ആ പർവ്വതനിര വളരെ അപകടകരമായ സ്ഥലമായിരുന്നു. കാരണം മലയുടെ 3 വശത്തും വളരെ ആഴത്തിലുള്ള കൊക്കകൾ ഉണ്ടായിരുന്നു. മലമുകളിലെ ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ കൊട്ടാരം സംരക്ഷിക്കുന്നത് ചേര രാജവംശത്തിന് വളരെ എളുപ്പമായിരുന്നു. ആ കൊട്ടാരം ആക്രമിക്കാൻ മറ്റു രാജവംശങ്ങൾക്ക് വളരെയേറെ വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന സ്ഥലമായിരുന്നു അത്. ചേര സാമ്രാജ്യത്തിലെ പടയാളികൾ രാവും പകലും ആ പർവ്വതത്തിനു ചുറ്റും കാവലിരുന്നു. ചേര രാജവംശം അവരുടെ 50,000 കുതിര പടയാളികളെ ചേരപർവ്വതത്തിന് ഒരു കാതം അകലെ സദാ സജ്ജരാക്കി നിർത്തി. എല്ലായ്പ്പോഴും അവർ അവിടെ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച വാസുകി മലമുകളിലെ ഒരു വലിയ കറുത്ത പാറയിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതേ വേഗതയിൽ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടു. അവളുടെ ശ്വാസവും ശക്തിയും കൂടിച്ചേർന്നതിനാൽ ചുറ്റുമുള്ള വായു പച്ച നിറത്തിൽ കാണപ്പെട്ടു. ആ ശക്തികളെല്ലാം വാസുകിയെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ശക്തികൾ ഒരിക്കൽ കൂടി അവളുടെ ശരീരത്തിൽ ലയിച്ചു തുടങ്ങിയപ്പോൾ വാസുകി പതിയെ കണ്ണു തുറന്നു. ആ സമയം തോളോളം നീണ്ടുകിടക്കുന്ന അവളുടെ കാർക്കൂന്തൽ കാറ്റിൽ പാറിപ്പറന്നു. അപ്പോൾ അവളുടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ എന്തോ ബഹളം കേട്ടു. വാസുകി ജാഗരൂകയായിരുന്നു. ആരൊക്കെയോ തന്റെ അടുത്തേക്ക് വരുന്നതായി തോന്നിയതിനാൽ ശബ്ദം കേട്ട ദിശയിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. കുറ്റിക്കാട്ടിലെ ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിഘണ്ഠനാണ് അവിടേക്ക് വന്നത്. വരൂ നിഘണ്ഠ, എന്തെങ്കിലും പുതിയ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടോ? വാസുകി ആകാംക്ഷപൂർവ്വം ചോദിച്ചു. ഉണ്ട് രാജകുമാരി, അമരനെ കുറിച്ച് ഞാൻ 2 പുതിയ സന്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ വിനയത്തോടെ പറഞ്ഞു. പറയൂ, അവൾ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. ആദ്യത്തെ വാർത്ത, അമരൻ രക്ഷമല്ലർ പരിശീലന കളരിയിൽ ചേർന്നു. അവിടത്തെ ഗുരുനാഥയോട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ച അമരന്റെ വിജയഗാഥ പാടി നടക്കുകയാണിപ്പോൾ പരിശീലന കളരിയിലെ ഓരോരുത്തരും. ഇനി 2ാമത്തെ സന്ദേശം പറയൂ, വാസുകി അക്ഷമയായി ചോദിച്ചു. അമരൻ ഏതോ വിദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവൻ ഈ സമയത്ത് വിദേശത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. രക്ഷമല്ലർ പരിശീലന കളരിയിൽ ചേർന്നിട്ടും രാജകുമാരിയോട് ജയിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ട് അവൻ നാട് വിട്ടതാവും എന്നാണ് നമുക്ക് തോന്നുന്നത് കുമാരി.
നികണ്ഠൻ പറഞ്ഞു. വാസുകി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമരൻ പേടിച്ചോടിയതൊന്നും ആയിരിക്കില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതാവും. അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. പിന്നെ താരകയെ കൊട്ടാര പരിസരത്ത് നിന്റെ ഒരു ശ്രദ്ധ എല്ലായ്പ്പോഴും ഉണ്ടാവണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അത് ഉടനെ അറിയിക്കുക. തീർച്ചയായും കുമാരി, തലയാട്ടിക്കൊണ്ട് നികണ്ഠൻ പറഞ്ഞു. അറിയിച്ച സന്ദേശത്തിനുള്ള പ്രതിഫലം എന്ന വണ്ണം വാസുകി കയ്യിൽ നിന്നും മോതിരമെടുത്ത് അവന് നേരെ എറിഞ്ഞു. അവൻ അതെടുത്ത് അവളെ വണങ്ങി തിരികെ പോയി. അവൾ ധ്യാനം പുനരാരംഭിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ ഒരു പരിചാരിക അവളുടെ അടുത്തേക്ക് ഓടി വന്നു. വാസുകി പരിചാരിക തിരക്കിട്ട് വരുന്നത് കണ്ട് കാര്യം തിരക്കി. പിതാവ് വന്നിട്ടുണ്ടെന്ന് അവൾ വാസുകിയെ അറിയിച്ചു. ഇത് കേട്ട് വാസുകി ഞെട്ടി. പരിചാരികയോട് ചോദിച്ചു, എന്താ, പിതാവ് വന്നിട്ടുണ്ടെന്നോ? എന്തു പറ്റി? അപ്രതീക്ഷിതമായ ഇങ്ങനൊരു സന്ദർശനം നടത്താൻ മാത്രം? ദൂരെ കൊട്ടാരത്തിനുള്ളിലെ ഒരു നീണ്ട ഇരിപ്പിടത്തിൽ ദുഃഖിതനായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റാരുമായിരുന്നില്ല. അദ്ദേഹം ചേരവംശ മഹാരാജൻ പ്രതാപകേസരി, വാസുകിയുടെ പിതാവായിരുന്നു. അമരനുമായുള്ള വിവാഹാലോചന ഏർപ്പെടുത്തിയതിന്റെ പേരിൽ മകൾ വാസുകിയോട് അയാൾക്ക് ഇപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അമരൻ തന്റെ ബലഹീനതയെ മറികടന്ന് അഭൂതപൂർവമായ വേഗത്തിലാണ് മുന്നേറുന്നത്. ഇതറിഞ്ഞ പ്രതാപകേസരിക്ക് വാസുകി എടുത്തു ചാടിയെടുത്ത തീരുമാനം മൂലം രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതിൽ വളരെയധികം വിഷമം തോന്നി. ഈ സ്ഥിതി തുടർന്നാൽ അമരനെ പോലെ ശക്തനായ ഒരു മരുമകനെ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അമരൻ ശക്തനായ ശേഷം ചേര രാജവംശത്തെ ക്രോധത്തോടെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. കാരണം അമരൻ ഈ വിധത്തിൽ പരിശീലനം തുടർന്നാൽ അവൻ ഉടൻ തന്നെ ഒരു ശക്തി ചക്രവർത്തിയാകാൻ സാധ്യതയുണ്ടെന്ന് പ്രതാപകേസരിക്ക് അറിയാമായിരുന്നു. ഒരു ശക്തി ചക്രവർത്തിയെ നേരിടുക എന്നത് ആർക്കും അത്ര എളുപ്പമല്ല. ഇതെല്ലാം ആലോചിച്ച് പ്രതാപകേസരി ദേഷ്യത്തോടെ സ്വയം പിറുപിറുത്തു. ഈ പെൺകുട്ടി ശരിക്കും ഒരു ഭ്രാന്തിയാണ്. വാശിയിൽ വിവേകപൂർവമല്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണ് അവൾ. ദേഷ്യം കാരണം അവൾക്ക് മുന്നിലുണ്ടായിരുന്ന അതീവ സുന്ദരമായ ഒരു ജീവിതം അവൾ തള്ളിക്കളഞ്ഞു. ഇനി എപ്പോഴാണ് അവൾ തന്റെ തെറ്റ് തിരുത്തുക? അവൾക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയുക? അദ്ദേഹം മകളെ ഓർത്ത് വ്യാകുലപ്പെട്ടു. പിന്നെ അലക്ഷ്യമായി കയ്യിലുണ്ടായിരുന്ന പാനപാത്രം താഴെയിട്ടു. താഴെ വീണപ്പോൾ പാത്രത്തിലെ വെള്ളവും തറയിൽ വീണു. അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ട് അടുത്തുനിന്ന പരിചാരിക പേടിച്ചു. അവൾ ഉടനെ വന്ന് തറയിൽ നിന്ന് വെള്ളം വൃത്തിയാക്കാൻ തുടങ്ങി. അതിനിടയിൽ വാതിലിനരികിൽ നിന്ന് ഒരു ശബ്ദം വന്നു. മുന്നറിയിപ്പൊന്നുമില്ലാതെ അവിചാരിതമായി ഒരു സന്ദർശനത്തിന്റെ കാരണം എന്താണ് പിതാവേ? ശബ്ദം കേട്ട് പ്രതാപകേസരി ഉടനെ തിരിഞ്ഞു നോക്കി. വാസുകി അകത്തേക്ക് പ്രവേശിച്ചു. നീ ഇപ്പോഴും എന്നെ നിന്റെ പിതാവായി കരുതുന്നുണ്ടോ? അതോ നീ ഇവിടെ വന്ന ശേഷം ഞങ്ങളെയൊക്കെ മറന്നോ? പ്രതാപകേസരി ചോദിച്ചു. പിതാവിന്റെ മുഖത്ത് അത്തരത്തിലുള്ള ദേഷ്യം കണ്ടപ്പോൾ വാസുകി ഒന്നും മിണ്ടാതെ തലയാട്ടി. അവൾ ഒന്നും മറന്നിട്ടില്ലെന്ന് അവളുടെ മുഖഭാവം വെളിപ്പെടുത്തി. അവൾ പരിചാരികയോട് പോയിക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു. അവൾ ഉടനെ തലകുനിച്ച് അവിടെ നിന്നും പോയി. വാസുകി പിതാവിനെ നോക്കി പറഞ്ഞു, പിതാവേ, എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷത്തിലേറെയായി. എന്നിട്ടും പിതാവിന് എന്നോടുള്ള ദേഷ്യത്തിൽ ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല. ഇത് കേട്ട് പിതാവ് ദേഷ്യം അടക്കി പറഞ്ഞു, എന്താ വാസുകി, ഞാനൊന്ന് ദേഷ്യപ്പെട്ടെന്ന് കരുതി ഈ പർവ്വതനിരയിൽ തനിച്ചു വന്ന് കൊട്ടാരം പണിത് താമസിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമാണോ? എന്നാൽ നിന്റെ മുത്തച്ഛൻ ഞങ്ങളോട് വളരെ ദേഷ്യത്തിലാണ്. നീ കൊട്ടാരം വിട്ടുപോകാൻ കാരണം ഞാനാണെന്നും പറഞ്ഞ്. വാസുകി, നിന്നെ കാണാൻ എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടെന്ന് നിനക്കറിയാമോ? നീ എപ്പോഴാണ് തിരികെ വരുന്നത് പുത്രി? പുത്രി വാത്സല്യത്താൽ പ്രതാപകേസരിയുടെ ദേഷ്യം അലിഞ്ഞുപോയി. ഇത് കേട്ടപ്പോൾ വാസുകിക്ക് പിതാവിന്റെ ദേഷ്യത്തിന്റെ കാരണം മനസ്സിലായി. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം പറഞ്ഞു. മനസ്സിലായി. അമരനുമായുള്ള എന്റെ വിവാഹാലോചന ഞാൻ മുടക്കി. അതിൽ പിതാവിനും മുത്തശ്ശനും എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ആ ദേഷ്യം ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ തിരിച്ചെത്തും? വാസുകി ചോദിച്ചു. എനിക്ക് മനസ്സിലായി വാസുകി, പക്ഷെ ഒരു വഴിയുണ്ട്. അത് നിന്റെ കയ്യിലാണ്. നിന്റെ മുത്തശ്ശനാണ് ഈ കാര്യം സംസാരിച്ച് നിന്റെ അരികിലേക്ക് എന്നെ പറഞ്ഞയച്ചത്. ഒന്നും ആലോചിക്കാതെ നീ നിന്റെ ജീവിതം തകർത്തു. ആ തെറ്റ് നീ തിരുത്തണം. അമരൻ ഇപ്പോൾ പഴയ അമരനല്ല. പിതാവേ, ഞാൻ അങ്ങയോട് വീണ്ടും പറയാം,
ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ ജീവിതമാണ്. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതം തീരുമാനിച്ചുകൂടാ എന്നുണ്ടോ? ഇതെന്താണ് ന്യായം? എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ലേ? എനിക്ക് മുഖംമൂടി ധരിക്കാൻ വയ്യ. അങ്ങയുടെ വാക്ക് ഞാൻ അംഗീകരിച്ചാൽ എന്റെ ജീവിതം തകരുമായിരുന്നു. വാസുകി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അധ്യായം 72. വാസുകി അമരനുമായി ബന്ധപ്പെട്ട് അവളെടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നെന്ന് പിതാവിനോട് കടുപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട പ്രതാപകേസരി കോപാകുലനായി പറഞ്ഞു. വിഡ്ഢിത്തം പറയരുത് വാസുകി. ഇങ്ങനെയാണ് നിന്റെ ജീവിതം നശിപ്പിക്കപ്പെടുക. നിന്റെ അഭിപ്രായത്തിൽ അമരൻ ദുർബലനാണ്. എന്നാൽ ഇപ്പോൾ അവൻ ശക്തനായി മാറിയിരിക്കുന്നു. സമീപഭാവിയിൽ അവനൊരു ശക്തി ചക്രവർത്തി വരെ ആയേക്കാം. അത് നിനക്കറിയാമോ? കുറച്ചുകൂടി ക്ഷമ നീ കാണിച്ചിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു. വാസുകി, ഇനിയും നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തർക്കിക്കരുത്. നീ എത്ര സ്ഥാപിക്കാൻ ശ്രമിച്ചാലും തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ശരിയായി മാറില്ല. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഇവിടെ വന്ന് നിന്നോട് ഇത്തരത്തിൽ സംസാരിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. പ്രതാപകേസരി കോപത്തോടെ പറഞ്ഞു. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ പിതാവിനറിയാമോ? അച്ഛന്റെ ശാസന കേട്ട് വാസുകിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അമരനോട് താൻ വെല്ലുവിളിച്ചു ശാഠ്യം കാണിച്ച നിമിഷം ദേഷ്യത്തിൽ അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ വെല്ലുവിളി ഏറ്റെടുത്തതിന് ഫലമായുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതിന്റെ വാർത്തകൾ സമയാസമയങ്ങളിൽ വാസുകിയുടെ ചെവിയിൽ എത്തിയിരുന്നു. പിതാവേ, ഞാനിവിടെ ഈ മലമുകളിൽ തനിച്ചു താമസിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നാണോ അർത്ഥം? അവന്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ അവൻ ഇത്രയും ശക്തനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവന്റെ ശക്തി കണ്ട് ഞാൻ പോലും വളരെ അത്ഭുതപ്പെട്ടു. നിനക്കിപ്പോൾ ആശ്ചര്യമുണ്ടായിട്ട് എന്താണ് ഫലം? നമ്മുടെ കുടുംബത്തിന്റെ മാനം സമൂഹത്തിൽ ഇതിനകം തന്നെ നശിച്ചിരിക്കുന്നു. എല്ലാവരും പല വിധത്തിലാണ് സംസാരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും ആളുകൾ അന്നത്തെ സംഭവം മറന്നിട്ടില്ല. അവരെല്ലാം നീ തോൽക്കുന്നതും കാത്തിരിക്കുകയാണ്. അമരൻ ജയിക്കണം എന്നാണ് ജനതയുടെ മോഹം. നീ നിന്റെ അഹന്ത കൊണ്ട് വെല്ലുവിളിച്ചതാണ് എന്നാണ് അവരെല്ലാം പാടി നടക്കുന്നത്. നിന്റെ തെറ്റുകളാണ് ഏവരും പറയുന്നത്. വാസുകി, നിനക്കും നീ മൂലം നമ്മുടെ കൊട്ടാരത്തിനും വന്നു വീണ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ പാഞ്ചാല ദേശത്തേക്ക് വന്ന് താരകയെ കൊട്ടാരത്തിൽ പോയി അമരനോടും അരുണേന്ദ്രനോടും മാപ്പ് ചോദിക്കുക. ഇത് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം. പ്രതാപകേസരി പറഞ്ഞു. ഇത് കേട്ടതും വാസുകിക്ക് ദേഷ്യം കൂടി വന്നു. ഞാൻ എന്തിന് അവരോട് പോയി മാപ്പ് പറയണം? ഈ വാസുകി ആരോടെങ്കിലും മാപ്പ് പറയുമെന്ന് ആരും കരുതണ്ട. അതൊരിക്കലും നടക്കില്ല. എന്തിനു ഞാൻ മാപ്പ് പറയണം? തെറ്റൊന്നും ചെയ്യാത്ത ആളാണ് ഞാൻ. ഞാൻ അമരനെ കാണുമ്പോൾ പോരിൽ ജയിച്ച സിംഹമാണവൻ. ചെറുപ്പത്തിൽ യുദ്ധം ചെയ്ത് ജയിച്ചവൻ, ബാല്യത്തിലെ അപരാജിതനായവൻ. അതൊക്കെ നിമിത്തം ഞാൻ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. എന്നാൽ അടുത്ത മഹാചക്ര പരീക്ഷയിൽ ആ വീരപുരുഷൻ വെറും 3 നക്ഷത്ര ശക്തി മാത്രം നേടിയാൽ പിന്നെ എന്റെ മനസ്സ് വേദനിക്കില്ലേ? അതെനിക്ക് വലിയ നിരാശയല്ലേ? ആ സമയത്ത് ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് എനിക്ക് മാപ്പ് ചോദിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവൻ പരിശീലിച്ച് അവന്റെ ശക്തി വർദ്ധിപ്പിച്ചു. പരിശീലനമില്ലായിരുന്നെങ്കിൽ അവൻ അതേ 3 നക്ഷത്ര ശക്തിയോടെ ഇപ്പോഴും ഇരുന്നേനെ. ഇനി എന്റെയും അമരന്റെയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. അത് അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ വാസുകിയാണ്. ക്ഷമാപണം എന്റെ നിഘണ്ടുവിലില്ല. പാഞ്ചാല നഗരത്തിൽ പോയി അവരോട് മാപ്പ് പറയേണ്ട ആവശ്യം എനിക്കില്ല. മകളുടെ വിസമ്മതം കേട്ട് പ്രതാപകേസരി പറഞ്ഞു. നീയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത് വാസുകി. നീ പോയി മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് നിന്റെ മുത്തശ്ശന്റെ കൽപ്പനയാണ്. അസാധ്യം. ഞാൻ മാപ്പ് പറയില്ല. വാസുകി കടുപ്പിച്ചു പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് പ്രതാപകേസരിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് അവൾ കണ്ടു. പിതാവിന്റെ ഈ മാറ്റം അവളിൽ ചെറിയൊരു ചലനം സൃഷ്ടിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യാം പിതാവേ. പിതാവിന് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. വെല്ലുവിളി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പറഞ്ഞ ദിവസം ഞാനും അമരനും തമ്മിൽ തീർച്ചയായും മത്സരം നടക്കും. അമരൻ എന്നെ പരാജയപ്പെടുത്തിയാൽ അവൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അവൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. പരാജയപ്പെട്ടാൽ ഞാൻ അവന്റെ കൊട്ടാരത്തിലെ പരിചാരികയായി മുഴുവൻ സമയം പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് കഴിയില്ല. എന്റെ ആത്മാഭിമാനത്തിൽ നിന്ന് താഴേക്ക് പോയി
അവന്റെ കുടുംബത്തോട് മാപ്പ് പറയാൻ. വാസുകി പറഞ്ഞു. പുത്രിയുടെ ശാഠ്യം കണ്ട് പ്രതാപകേസരിക്ക് ദേഷ്യം വന്നു. നീ മാപ്പ് പറയേണ്ടവളാണ് വാസുകി. എന്നാൽ നീ നിന്റെ അഹന്തയാൽ അന്ധയായിരിക്കുകയാണ്. നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും ഫലം നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെയും ബാധിക്കുമെന്ന് നീ ഓർക്കണം. അമരൻ ശക്തനായി കഴിഞ്ഞു. അവൻ നിസ്സാരനാണെന്ന് നീ കരുതണ്ട. പ്രതാപകേസരി അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ഞാനൊരു ദുർബലയല്ല, അതൊരിക്കലും നടക്കില്ല. സ്വപ്നത്തിൽ പോലും എന്നെ തോൽപ്പിക്കാൻ അവന് കഴിയില്ല. നമ്മുടെ രാജവംശത്തിൽ ചില പ്രത്യേക വിദ്യകളുണ്ട്, അതൊക്കെ എനിക്കറിയാം. എന്നാൽ അതൊന്നും അമരൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, എന്നെ പിന്തുണയ്ക്കാൻ മഹാവൈദ്യൻ ചാന്ദിലിനുമുണ്ട്. എന്റെ പക്ഷത്തായിരിക്കും വിജയം. ആ അമരൻ ഒരു സാധാരണ രാജകുമാരൻ മാത്രമാണ്. പക്ഷെ ഞാൻ പ്രത്യേക വിദ്യകൾ സ്വായത്തമാക്കിയ ചേര സാമ്രാജ്യത്തിലെ യുവറാണിയാണ്. അമരൻ എനിക്കൊപ്പം എത്താൻ ഒരുപാട് ജന്മങ്ങൾ വീണ്ടും ജനിക്കേണ്ടി വരും. അവൾ പരിഹാസത്തോടെ അട്ടഹസിച്ചു. വാസുകിയുടെ സംസാരം കേട്ട് പ്രതാപകേസരിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എഴുന്നേറ്റ് ചെന്ന് മകളെ 2 വട്ടം അടിക്കാൻ തോന്നി. ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് അടിക്കാനായി കൈവീശി. അപ്പോൾ ഒരു ശബ്ദം അവിടെയാകെ മുഴങ്ങി. വേണ്ട പ്രതാപകേസരി, അങ്ങനെ ചെയ്യരുത്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിലൂടെ ഒരു വൃദ്ധൻ വരുന്നത് കണ്ടു. അയാളെ കണ്ടതും പ്രതാപകേസരിയുടെ ദേഷ്യം വാസുകിയിൽ നിന്നും ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു. രാജഗുരുവായിരുന്നു അത്. ഇവിടെ നടക്കുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും കാരണം നിങ്ങളാണ്. അവൾക്കൊപ്പം നിൽക്കുന്നതും അവളെ വഴിതെറ്റിക്കുന്നതും നിങ്ങളാണ്. ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായി അറിയാം. അമരനെ വാസുകി വെല്ലുവിളിച്ചതിന് പിന്നിലെ ശക്തി പോലും നീയാണ്. പ്രതാപകേസരി പറഞ്ഞു. അല്ല പ്രതാപകേസരി, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഉപദേശം മാത്രമേ ഞാൻ നൽകിയുള്ളൂ. അതിനനുസരിച്ച് തീരുമാനമെടുത്തത് നിങ്ങളുടെ മകളാണ്. ഗുരു പറഞ്ഞു. എന്തിനാണ് തന്റെ പുത്രി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? ഈ മത്സരത്തിൽ നമ്മുടെ മകൾ പരാജയപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ വാസുകി താരകേയ കുടുംബത്തിന് അടിമയായി കഴിയേണ്ടി വരും. അവൾ ഇതൊന്നും ചിന്തിച്ചിട്ടേയില്ലേ? പ്രതാപകേസരി മകളെ ഓർത്ത് ആകുലപ്പെട്ടു. ഇത്രയും ശക്തനായ ഒരു മരുമകനെ നഷ്ടപ്പെട്ടതിൽ പ്രതാപകേസരി വളരെ രോഷാകുലനായി. നോക്കൂ പ്രതാപകേസരി, എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത്? ഈ പ്രശ്നമെല്ലാം സംഭവിച്ചിട്ട് നാളുകളായി. സമയം കടന്നുപോയി. ഇനി ഇതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ കാലം. ഈ വെല്ലുവിളി എങ്ങനെ വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനിയും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. വാസുകി താരകയെ കൊട്ടാരത്തിൽ പോയി മാപ്പ് പറഞ്ഞാലും ഈ ബന്ധം ഒരിക്കലും പഴയ പോലെ ആകില്ല. അപ്പോൾ അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. അമരന്റെ ശക്തി വർദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആകുലപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മാപ്പ് പറയാൻ വാസുകിയെ നിർബന്ധിക്കുന്നത്. ചന്ദില്യൻ നമ്മുടെ പക്ഷത്താണ്. പിന്നെ വാസുകി തുടർച്ചയായ കഠിനമായ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഉഗ്രശക്തി പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധം ചാന്ദിലൻ കുമാരിക്കായി നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ സ്വപ്നത്തിൽ പോലും അമരന് വാസുകിയെ ജയിക്കാൻ കഴിയില്ല. നമ്മുടെ മകൾക്ക് ഒരിക്കലും അവരുടെ പരിചാരികയായി ജീവിക്കേണ്ടി വരില്ല, രാജഗുരു പറഞ്ഞു. ഔഷധത്തെക്കുറിച്ച് കേട്ടപ്പോൾ പ്രതാപകേസരിയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. അവിടുന്ന് ചാന്ദിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. അവൻ എന്ത് മരുന്നാണ് നിർമ്മിക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇതൊരു മഹാരഹസ്യമാണ്, അങ്ങയോട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം. കഴിഞ്ഞ വർഷം പർവ്വതത്തിൽ ചന്ദന സസ്യങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ തയ്യാറാക്കിയ മരുന്നാണിത്. പുരാതനമായ ഒരു ഔഷധമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ മരുന്ന് വളരെ വളരെ ഉപകാരപ്രദമാണ്. ഇതല്പം സേവിച്ചാലും ശരീരത്തിൽ പ്രവർത്തിക്കും. എന്നാൽ നല്ല ഫലം തരും. കുറച്ചു കാലം കൂടി അങ്ങ് ക്ഷമയോടെ കാത്തിരിക്കണം. അതല്ലാതെ ആ മരുന്നിനെ പറ്റി മറ്റൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഗുരു പറഞ്ഞു. പ്രതാപകേസരി വാസുകിയെ നോക്കി. അവളുടെ ശാഠ്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാസുകി. ഇനി എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും രാജവംശത്തിന് ദുഷ്പേര് സമ്പാദിച്ചു തന്നു കഴിഞ്ഞു നീ. അതുകൊണ്ട് നിനക്ക് തോന്നുന്നത് ചെയ്യൂ. മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും ഫലം നീ മാത്രമാവില്ല അനുഭവിക്കുക, അത് മറക്കരുത്, പ്രതാപകേസരി പറഞ്ഞു. അതിനുശേഷം ഗുരുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പ്രതാപകേസരി ആ കൊട്ടാരം വിട്ടു. പ്രതാപകേസരി പോയതിനു ശേഷം വൃദ്ധൻ വാസുകിയെ നോക്കി പറഞ്ഞു. വാസുകി, സത്യം പറഞ്ഞാൽ ആ അമരൻ നാൾക്കുനാൾ ശക്തി പ്രാപിച്ചു വരികയാണ്. ആ യുവാവിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉടനെ വാസുകി ദേഷ്യത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു. എവിടെ വെച്ചാണ്? എപ്പോഴാണ് എന്നൊന്നുമില്ല.
എനിക്കവനെ തോൽപ്പിച്ചേ പറ്റൂ. പക്ഷേ അവിടെ നിന്ന് ഈ സമയത്ത് എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. നിഷേധാത്മകമായി സംസാരിക്കുന്നത് വളരെ വേദനാജനകമാണ്. വാസുകി പറഞ്ഞു. ശാന്തയാകൂ വാസുകി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുമാരനെ ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. അത് കേട്ടതും വാസുകി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി സ്വയം പറഞ്ഞു. ഹേ അമര, നിനക്കൊരിക്കലും എന്നേക്കാൾ ശക്തനാകാൻ കഴിയില്ല. മത്സരത്തിന് ഇനി 1.5 വർഷം മാത്രം. ഈ 1.5 വർഷത്തിനുള്ളിൽ നിനക്ക് എത്രത്തോളം ശക്തനാകാൻ കഴിയുമെന്ന് എനിക്ക് കാണണം. ഞാൻ കാത്തിരിക്കുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മത്സരിക്കാൻ വരാം, അവൾ ദേഷ്യത്തോടെ ചിന്തിച്ചു. 5 ദിവസം കഴിഞ്ഞു. ഒരു രാത്രി നിബിഡവനത്തിന്റെ നടുവിൽ അമരൻ ഒറ്റയ്ക്ക് ഒരു വലിയ മരത്തിന്റെ അരികിലിരുന്ന് തീ കായുകയായിരുന്നു. 5 ദിവസം ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ അവൻ അല്പം തളർന്നു. തീ മെല്ലെ അണഞ്ഞു തുടങ്ങി. അവൻ മോതിരം തടവി. ഗുരുദേവ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പറയൂ, നമ്മൾ എവിടെയാണെന്ന് പറയൂ ഗുരുദേവ. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, അമരൻ ചോദിച്ചു. അമരൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലെ മോതിരത്തിൽ നിന്നും ആ ശബ്ദമുയർന്നു. ഗുരു വരുണമിത്രൻ പറഞ്ഞു, നാം ഇപ്പോൾ മാന്ത്രിക മൃഗങ്ങളുടെ വനത്തിലാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ അമരൻ മോതിരത്തിലേക്ക് നോക്കി പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം എത്തിയോ? പക്ഷെ ഇവിടെ എത്താൻ ഒരു കുറുക്ക് വഴി പോലും ഇല്ലായിരുന്നല്ലോ ഗുരു. അങ്ങനെ വരാതെ പിന്നെ എങ്ങനെയാ ഇത്ര ദൂരം പെട്ടെന്ന് എത്തിയത്? അമരൻ ചോദിച്ചു. ഇവിടെ എത്താൻ കുറുക്ക് വഴിയില്ല അമര. നീ പറയുന്ന പ്രദേശം പടിഞ്ഞാറാണ്, പക്ഷേ നമ്മളിപ്പോൾ കിഴക്കാണ്. ഇവിടേക്ക് കുറുക്ക് വഴിയില്ല അമര. അടുത്തതായി കടുവകളുടെ മരുഭൂമിയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അവിടെയാണ് നിന്റെ അടുത്ത ഘട്ട പരിശീലനം തുടങ്ങുക, അദ്ദേഹം പറഞ്ഞു. വരുണമിത്രന്റെ വാക്കുകൾ കേട്ട് അമരൻ പുഞ്ചിരിച്ചു. തുടർന്ന് അവൻ പറഞ്ഞു, ഗുരു, ഈ മാന്ത്രിക മൃഗങ്ങൾ നിറഞ്ഞ പ്രദേശം വളരെ അപകടകരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ അസാധ്യമായി ഒന്നുമില്ല അമര. ഒന്നു മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. കൂടുതൽ ആപത്തുകൾ നേരിടും തോറും കിട്ടുന്ന പ്രതിഫലം വർദ്ധിക്കും. നീ കൂടുതൽ ശക്തനാകും. നീ ഈ പ്രദേശത്തു കൂടി കടന്നു പോകണമെന്നതാണ് എന്റെ ഉദ്ദേശം. നീ കഴിവുള്ള ഒരു യോദ്ധാവായി മാറും. അതുകൊണ്ടാണ് നിന്നെ കൂട്ടി ഞാൻ ഇവിടെ വന്നത്, വരുണമിത്രൻ പറഞ്ഞു. ഓ ഗുരു, 1 വർഷം മുഴുവനും ഞാൻ ഈ അപകടങ്ങളുമായി പൊരുതണോ? അമരൻ വേഗം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ വരുണമിത്രന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അതേ അമര, 1 വർഷം ഇവിടെ നിൽക്കണം. പിന്നെ കടുവ മരുഭൂമിയിൽ 6 മാസം കഴിയണം, ഗുരു പറഞ്ഞു. കടുവ മരുഭൂമിയോ? ശരി, പക്ഷെ നിങ്ങൾ എപ്പോഴാണ് എന്നെ 3ാം തല സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാൻ പോകുന്നത്? അമരൻ കൗതുകത്തോടെ ചോദിച്ചു. അധ്യായം 73. വരുണമിത്രൻ ഒരിക്കൽ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ 3ാം തല സാങ്കേതിക വിദ്യ പഠിക്കാൻ അമരൻ വളരെ ഉത്സുകനായിരുന്നു. കാരണം അത് തന്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് അവൻ വിശ്വസിച്ചു.